കഞ്ചാവ് വലിക്കണം. പിന്നെ എന്താ പിന്നെ പിന്നെ അല്പസ്വല്പം പെണ്ണും പിടിക്കണം. അതും തുടങ്ങിയോ? നീ ഉള്ളപ്പോ ഞാൻ ചെയ്യോടി. ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇങ്ങനെ കുടിക്കരുത്, കുറച്ച് കുടിച്ചാൽ മതി. പിന്നെ നീ ഇന്ന് ചന്തയിൽ പോയിട്ടുണ്ട് വിശേഷം? പനമ്പ് വിറ്റു, മടങ്ങിപ്പോന്നു. പിന്നെ വിശേഷം ഉണ്ടായി. വരൂ, കാണിച്ചു തരാം. ഇരുന്നൊന്ന്. പാവം കുട്ടി. പാവം കുട്ടി ഏതാണ്ട് അലവരായ ചെക്കനായിരിക്കും. പറഞ്ഞു പുറത്തുവിട്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പുറത്താകും. അയ്യോ പാവം, ഇവൻ ആരുമില്ല. ഇവന്റെ അമ്മ ചന്തയിൽ കിടന്ന് ചത്തു. ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നിനക്ക് എന്തിനടിയനെ? നമുക്ക് മക്കളില്ലാത്തതല്ലേ, വളർത്താം. നമുക്ക് മക്കളില്ല, മക്കള് വേണം. മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവ മതിയൊഴി. മതി. നിനക്ക് മതിയെങ്കിൽ എനിക്ക് മതി. ഇവൻ ഈച്ച വെട്ടാൻ എന്റെ ഇവിടെ മല വരുമോ? ഇവൻ വലുതാവുന്ന വരും. എന്നാ നമുക്ക് അവനെ വളർത്താം. എന്താണ് നിന്റെ പേര്? രാമൻ. രാമ. രാമ ചോറിന് ചോറിനടാ. ഞാൻ നിന്റെ അപ്പനാണ്, ഇവള് നിന്റെ അമ്മ. ചോറിനടാ, ഉണ്ണടാ ചോറ്. തിന്നടാ, തിന്ന. എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമോനെ. എരിവ് വേണം. കള്ളുകൂടിയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ? എന്റെ മോനെ നോക്കിയോളേ അമ്മേ. അമ്മേ, അപ്പാ, അപ്പം കറിയാണോ? ഞാനേ എന്റെ മറിയ ഓർത്തുപോയി. നിന്റെ അപ്പം കഴിക്കുന്നില്ലേ? വേണ്ട മോനെ, അപ്പന് വിശപ്പില്ല. അമ്മേ, അമ്മേ. എന്താടാ? അമ്മേ, ഞാനും ഈച്ച വെട്ടാൻ പോണമ്മേ. നീ ഇവിടെ പോണമെന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? അമ്മയ്ക്ക് അച്ഛനോട് പറഞ്ഞൂടെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന്? എന്നാലേ അങ്ങനെ ഫീലിപ്പോ ചേട്ടൻ വീട്ടിൽ കുത്തിയിരിക്കുന്നവരെ നീ കുത്തിയിരുന്നോടാ. അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും. അപ്പൊ ഞാൻ കാട്ടിൽ കിടന്ന് ചത്തുപോയാലോ? ചത്തുപോയാൽ നിന്റെ ശവം അവിടെ കുഴിച്ചിട്ടിട്ട് അച്ഛനോട് ഒന്ന് വരും പറയും. ഓ എന്റെ തള്ളേ. ആമ്പിള്ളേരായാലേ ജോലി ചെയ്ത് ചോറ് തിന്നണോടാ. ഈ ചേട്ടൻ എന്തൊരു പേടിയാ. ഞാനായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ കൂടെ പോയേനെ. കാട്ടില് ഇത്രോശം പോന്ന അത്യ, പിന്നെ ആനയും പുലിയും സിംഹവും കരണ്ടിയും. എടി, നിനക്കൊരൊറ്റ ആങ്ങളല്ലേ ഉള്ളൂ. എടാ മതി, പല്ല് വെച്ച് പോവാൻ നോക്കാം. ചാകാൻ പോകുമ്പോ എന്തിനാ പല്ല് വെക്കുന്നത്? എടാ പരമുവേ, അങ്ങനെ അങ്ങ് ഓടല്ലേ ചേട്ടാ. എന്റെ ഒരു കാര്യം. അച്ഛനെന്നെ മലക്കി കൊണ്ടുപോകരുത്. അച്ഛന് ഞാനൊരു ഒറ്റ മോനല്ലുള്ളൂ അച്ഛ. എടാ പൊന്നു മക്കളെ, ഞാൻ നിനക്കൊരു ഒറ്റ തന്തയല്ലേ ഉള്ളടാ. ഞാൻ പോകുന്നുണ്ടല്ലോ. അച്ഛനും പോണ്ട. നമുക്ക് വർദ്ധുള്ളോട് പറഞ്ഞ് കുറച്ച് ഈറ്റത്തൈകൾ വാങ്ങി ഇവിടെ നട്ട് വളർത്തിയിട്ട് വെട്ടിക്കളിക്കാം. ആ കഴുതേ ഒന്നുകളും തന്നെയാണ്. ഒരു ദൈവമേ, ലോകത്തിൽ ഒരുത്തർക്കും ഇങ്ങനത്തെ തമ്പനി തള്ളി കൊടുക്കരുത്. ഒന്നുകളും തന്നെ കൊല്ലാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോവാ. രാമേട്ട, ഞാൻ വീട്ടിൽ നോക്കി കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ നോക്കിയാൽ എങ്ങനെയാ കാണുക? ഇന്ന തിന്നോ, അരിയുണ്ട. എവിടെ നിന്ന് കിട്ടി? വീട്ടിലുണ്ടാക്കിയതാ. കുറെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി. ഇത് ഞാൻ രാമേട്ടന് എടുത്തു വെച്ചതാ. അയ്യോ കളയല്ലേ.
കളഞ്ഞല്ലോ. കണ്ടു കളഞ്ഞു. പോട്ടെ. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ കളഞ്ഞത്? അയ്യേ മന്തി കരയല്ലേ. എനിക്ക് വേണ്ട, രാമേട്ടൻ തിന്നു. ഒരു കഷ്ണം നീ തിന്നു. ഞാൻ തിന്നു. ഇതിന്ന് ഇച്ചിരി രാമേട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മല കാണാൻ. മല എന്തിനാ കാണുന്നത്? മലയിൽ കാടുണ്ട്, കാട്ടിൽ ഈറ്റയുണ്ട്. അപ്പനെ പോലെ ഞാനും ഈറ്റ വെട്ടാൻ പോകും, പണം ഉണ്ടാക്കും. കാശ് ആർക്കാ? എല്ലാരും പണം ആർക്കാ കൊടുക്കാ? അവനവന്റെ കെട്ടിയോൾക്കും മക്കൾക്കും. അതിന് രാമേട്ടന് കെട്ടുകളും മക്കളില്ലല്ലോ. ഉണ്ടാവും. ചേട്ടൻ ആരെ കെട്ടും? ആരെങ്കിലും കെട്ടും. നീ എന്തിനാ കരയണത്? ആരെങ്കിലും കെട്ടുമെന്ന് പറഞ്ഞത് എന്നോട് ഇഷ്ടമില്ലഞ്ഞിട്ടല്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആ രാമേട്ടൻ പോ, ഞാൻ കുളിക്കാൻ പോട്ടെ. ഞാൻ പോയില്ല, എനിക്ക് മല കാണണം. ഓ രാമേട്ടാ. പോ, ഒന്ന് പോ രാമേട്ടൻ, ഞാൻ കുളിക്കട്ടെ. ആ എന്നാ ശരി, ഞാൻ പോണം. പോ നീ. ഇതാ എല്ലാവരെയും പാസ്സുണ്ട്, വീതിച്ചെടുത്തോളൂ. ഓ ആ പിന്നെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈറ്റ ആരും വെട്ടരുത്. ശരി. വാ പോം. അവൾ അടിപ്പിന്ന കോരി കുടിച്ചു. മോളെ, ആ രാമ ഒറ്റയ്ക്കാ. നീ ആ വർദ്ധനി ചേട്ടന്റെ വീട്ടിൽ പോയി കിടന്നു. അന്നേര് രാമനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മുമ്പൊക്കെ ആണെങ്കി ആ ഔസേപ്പച്ചൻ കൂട്ടിനുണ്ടായിരുന്നു. അയാളും ചത്തു. ശരിയാ, പാവ ആ ചെറുക്കൻ അവിടെ ഒറ്റയ്ക്കുള്ളൂ. വല്ലതും കണ്ട് പേടിക്കുക വരെ ചെയ്യും. നീ അവിടെ പോയി കിടന്നു. ഇന്ന് രാത്രി ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാടി. അതിന് നീ ഇപ്പോഴും സുന്ദരിയാടി. വയസ്സിന്റെ ഒരു ശൃംഗാരം. നീ എന്റെ കാര്യം. എന്റെ കർത്താവെ, എന്റെ കൊടവും പൊട്ടിച്ചല്ലോ. കർത്താവിന്റെ 5 തിരുമുറുകളാണ്. എന്റെ ഫിലോമിനെ, ഈ കിടന്ന കിടപ്പിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ ചേട്ടത്തി? ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. എന്റെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. നിന്റെ അപ്പനും അങ്ങനെയാ പറയണത്. ആണോ? നിനക്ക് പേടിയാണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വേണ്ട, ഈ പായെടുത്തിട്ട് കിടക്കും. വേണ്ടെങ്കിൽ വേണ്ട. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. കിടന്നോ? നീ എന്താ ഓർക്കണേ? ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ പ്രായത്തിലെ, അതും രാത്രി നേരത്തിലെ ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ? പെണ്ണിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്. ദൈവത്തിന് നിനക്കത് പറയാതെ കേട്ടത്. ഞാനിന്ന് കുളിച്ചത് വാസനയുടെ എണ്ണ പുരട്ടിയാണ്. ചേട്ടത്ത് കിടന്നുറങ്ങ. എനിക്ക് ഉറക്കം വരുന്നില്ല.
രാമു, എന്നോട് പിണക്കമാണോ?